അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നല്ല മഴക്കാറും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇത് എത്ര മണി വരെ, 10 മണി വരെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നുള്ളൂ. അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഞങ്ങളിവിടെ എക്സിബിഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നേരമൊക്കെ വൈകി 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാം. ഒന്നും അറിയില്ല. നല്ല ഇടി വെട്ടുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. എന്തായാലും പോയേക്കാം. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ ടിക്കറ്റ് കിട്ടില്ല എന്നാണ് വിചാരിച്ച്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മഴ ചാറുന്നുണ്ട്. അപ്പോൾ തിരക്കൊക്കെ ഉണ്ട് നല്ലോണം. 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറി നോക്കാം. അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാനൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ ബെഡ്ഷീറ്റും സോഫ കവറും അങ്ങനത്തെ പിന്നെ വള അങ്ങനത്തെ ഒക്കെ ഐറ്റംസുകളൊക്കെയാണ്. കമ്മലുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് എല്ലാവിധ സ്റ്റാളുകളും ഉണ്ട്. ഇത് ഇങ്ങനെ സ്റ്റാളുകളും നിറച്ച് സംഭവമൊക്കെ ഉണ്ട് വെച്ചിട്ട് വിലയ്ക്കൊന്നും യാതൊരു കുറവും ഇല്ല. അവരിങ്ങനെ ഓഫറൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ വില വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കണൊക്കെ വിലയൊക്കെ തന്നെ ഇവിടെയുണ്ട്. പക്ഷെ ഇങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് നടന്ന് കാണാനൊക്കെ ഉണ്ട്. എളുപ്പമൊന്നുമല്ല. പകലൊക്കെ ആണെങ്കിൽ ഇത്രയും കാണാൻ പറ്റില്ല കേട്ടോ. നല്ല വെയിലും ചൂടൊക്കെ അല്ലേ. രാത്രിയായ കാരണം പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നടക്കാം. നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലുമൊക്കെ 500, 450 ആ റേഞ്ചാണ് റേറ്റൊക്കെ. പിന്നെ അതിലും കൂടുതലേ ഉള്ളൂ. അതിൻ്റെ താഴേക്കുള്ള ബാഗുകളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വില തന്നെയായിരുന്നു എല്ലാറ്റിനും. പക്ഷെ കുറേ മോഡലുകൾ ഇങ്ങനെ കാണാം. നമ്മൾ കടയിലൊന്നും പോയി അത്ര വെറൈറ്റി ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ചെരുപ്പ്, വാച്ച്, മിഠായികൾ, പഴയ കാലത്തെ എല്ലാ തരം മിഠായികളും ഉണ്ടായിരുന്നു. നാരങ്ങ മിഠായി, തേൻ മിഠായി, അങ്ങനെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഒരു രസം. ഞങ്ങളതിൽ കുറച്ച് മിഠായിയൊക്കെ മേടിച്ചു. കമ്പർ കട്ട അങ്ങനത്തെയൊക്കെ, തേൻ മിഠായി അതൊക്കെ മേടിച്ചു. അവിടുന്ന് പിന്നെ കുറച്ച് മിഠായിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ അപ്പുറത്ത് പിന്നെ അച്ചാറുകൾ അങ്ങനെ മിഠായി ഞങ്ങൾ കമ്പർ കട്ട മേടിച്ചു. ഒക്കെ നല്ല റേറ്റ് തന്നെയാണ്. വില കുറവ്. നല്ല പച്ചക്കറി വിത്തുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി വിത്തൊക്കെ കുറച്ച് മേടിച്ചു. പപ്പായയുടെ ഒക്കെ നല്ല വിത്തുകൾ. അതൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 250 രൂപ, 400 രൂപ അതിൻ്റെ റേറ്റ്. ഒക്കെ അങ്ങനെ നോക്കി കാണുന്നല്ലാണ്ട് അപ്പം എല്ലാം നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ പപ്പടം കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റുള്ള ചൊവ്വരിയുടെ ഒക്കെ അങ്ങനത്തെ ഒക്കെ പപ്പടങ്ങളുണ്ടായിരുന്നു. പൊട്ടാറ്റോൻ്റെ, ചൊവ്വരിയുടെ, രാഗിയുടെ. പിന്നെ ഈ പാത്രങ്ങളൊക്കെ 200 സ്റ്റാർട്ടിങ് റേറ്റ്. ഇതിനൊക്കെ 200 രൂപയായിരുന്നു. എല്ലാം അങ്ങനെ നോക്കി നോക്കി പോയി. പിന്നെ കാണാം. പിന്നെ ബുക്ക് സ്റ്റാളുണ്ടായിരുന്നു. പേനകളുടെ, പിന്നെ ചെടിച്ചട്ടി 5 എണ്ണം 100 രൂപയൊക്കെ ഇട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1-2 എണ്ണം അങ്ങനത്തെയൊക്കെ ഓരോന്നൊക്കെ മേടിച്ചു. ചെറിയ ചെറിയ എമൗണ്ടിൻ്റെ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. ഡ്രസ്സ് അങ്ങനത്തെ ഒന്നും മേടിച്ചില്ല. പിന്നെ കുറേ വെറൈറ്റി സ്റ്റാളുകളുണ്ടായിരുന്നു. ആയുർവേദത്തിൻ്റെയും ഓരോ മരുന്നുകളെ പറ്റിയിട്ടും പിന്നെ ഫർണിച്ചറിൻ്റെ, ഫോണിൻ്റെ, ഇലക്ട്രോണിക്സ് ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇത് നായനെ ഓടിക്കാനുള്ള ഒരു തരം തോക്കാണത്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം സ്പോട്ടിലെത്തി. കോളിഫ്ലവർ, മുളക് ബജ്ജി അങ്ങനെയുള്ള എന്തായാലും ഒരു പ്ലേറ്റ് മേടിച്ചു. വിലയൊക്കെ റേറ്റ് ഇത്തിരി ഓവർ തന്നെയാണ്. 80 രൂപയൊക്കെ പ്ലേറ്റിന്. എവിടെ പോയാലും പിന്നെ ഇങ്ങനത്തെ ഒരു ശീലമുള്ള കാരണം കോളിഫ്ലവറൊക്കെ മേടിച്ച് കഴിച്ചു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണ കാരണം ഒന്നും അറിയണില്ല കേട്ടോ. മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു.
പിന്നെ അത്ര സീരിയസ് ആക്കിയില്ല മഴ. നമ്മളെ വീടിൻ്റെ അവിടെ വടക്കേക്കാടൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞ് അവിടുന്ന് സുധ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകുന്നോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പറയും അവിടെ നല്ല മഴയാണ്, ഇവിടെ മഴ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഇവിടെ അങ്ങനെ ഇടി വെട്ടണം മിന്നറിനൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് അത്രയ്ക്കൊരു കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2 മുളക് ബജിയൊക്കെ മേടിച്ച് അതിൻ്റെ കൂടെ എന്തോ ഒരു മസാലക്കറി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ചമ്മന്തി ഒന്നല്ല. ഇനിയും ഒരുപാട് കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ കയറാനൊന്നുമില്ല, അതൊക്കെ ഒന്ന് വെറുതെ കണ്ടിട്ട് പോയി. പിന്നെ ഇതൊക്കെ ഒന്ന് കളിച്ചു. 6 ബോൾ തരും അവർ, അത് അതിലിട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടും. പുറത്തേക്ക് പോയാൽ കൂട്ടില്ലേട്ടാ. അപ്പോൾ ഇതാണ് നമുക്ക് കളിച്ചിട്ട് കിട്ടിയ ഗിഫ്റ്റ്. എപ്പോഴും എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടാറുണ്ട്. ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനത്തെ ഗെയിം ആകുമ്പോൾ കളിക്കാറുണ്ട്. 50 രൂപ അതിന്. അങ്ങനെ പിന്നെ ഒരു പാവ് ഭാജിയൊക്കെ ഉള്ളൊരു കട കണ്ടു. ബോംബെ പോയി വന്നതിന് ശേഷം പാവ് ഭാജി എവിടെ കണ്ടാലും ഒന്ന് ടേസ്റ്റ് ചെയ്യും. പക്ഷെ വിചാരിച്ച അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളന്ന് ബീച്ചിൽ പോയിട്ട് ഇതുപോലെ മേടിച്ചപ്പോൾ അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഒരെണ്ണേ മേടിച്ചുള്ളൂ. അതിങ്ങനെ അവർ പീസാക്കി തരും. അപ്പോൾ കൂടുതൽ മേടിക്കാൻ നന്നായി. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കഴിച്ചു എല്ലാവരും. അങ്ങനെ ഇനി ഒരുപാടുണ്ട് കാണാൻ. ഇത് കുതിരയുടെ തലയാണ്. അതൊക്കെ ഇങ്ങനെ കുറേ ഇത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു. ഇത് ആനയുടെ തലയോട്ടിയെന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.